ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്തേ. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സ്വസ്തിക് ചിഹ്നത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, സ്വസ്തിക് ചിഹ്നം എവിടെ നിന്ന് വന്നു? നമ്മുടെ നിർമ്മിതികളിലും ക്ഷേത്രങ്ങളിലും താന്ത്രിക കർമ്മങ്ങളിലുമൊക്കെ സ്വസ്തിക് നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് ഗൃഹത്തിൽ വെക്കാൻ പാടുണ്ടോ? വെച്ചാൽ എന്താണ് ഗുണം? തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ചർച്ച. ഭാരതീയ ദേവതാ സങ്കല്പം അനുസരിച്ച് അഗ്നി, അതേപോലെ തന്നെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ എന്നിവരുടെ സംയുക്ത ചിഹ്നമാണ് സ്വസ്തിക് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ചിഹ്നത്തിൻ്റെ പ്രഥമ ലക്ഷ്യം തന്നെ സമാധാനവും സമ്പത്തും നൽകുക എന്നുള്ളതാണ്. നമുക്കറിയാം, സൗഭാഗ്യം കൊണ്ടുവരിക, നമ്മുടെ മുഹൂർത്ത സമയത്ത് ഒരു ദേവതയെ ആ പൂർണ്ണകായ പ്രതിഷ്ഠയിലോ അല്ലെങ്കിൽ ആ സാങ്കല്പിക പ്രതിഷ്ഠയിലോ അല്ലെങ്കിൽ ബിംബ പ്രതിഷ്ഠയിലേക്കോ അതിനെ ആവാഹിച്ചിരുത്താൻ ഏറ്റവും മഹത്തായ രീതിയിൽ അതിനെ വെക്കാൻ സാധിക്കുന്ന ഒരു ചിഹ്നമാണ് സ്വസ്തിക് ചിഹ്നം എന്നുള്ളത്. നമുക്കറിയാം, പൂർവികന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്വസ്ഥതയ്ക്ക് സ്വസ്തിക തന്നെ ശുഭപ്രദം. അപ്പം സ്വസ്ഥതയ്ക്ക് സ്വസ്തിക തന്നെ ശുഭപ്രദം എന്നുള്ള ആ ഒരു വാമൊഴി തന്നെയാണ് നമ്മുടെ ഓരോ ഗൃഹത്തിൽ സ്വസ്തികയുടെ പ്രാധാന്യം വിളിച്ചോതുന്നത്. അതുകൊണ്ട് തന്നെ സ്വസ്തിക വീടുകളിൽ വയ്ക്കുന്നത് വളരെ ശുഭദായകമാണ്. താന്ത്രിക കർമ്മങ്ങളിൽ ഏതൊരു ദേവതയെയും ആവാഹിച്ചിരുത്തുവാൻ പറ്റുന്ന ഒരേ ഒരു സങ്കല്പമേ ഉള്ളൂ. അതാണ് സ്വസ്തിക സങ്കല്പം എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.